ആരോഗ്യവാനാണ് സുഭാഷ് എന്ന പൂച്ച. അതൊരു കൗതുകമാണ്. ഈ സുഭാഷ് എന്നുള്ള പേര് ഓപ്പറേഷൻ സുഭാഷ് അല്ലെങ്കിൽ മിഷൻ സുഭാഷ് എന്ന രീതിയിൽ കൊടുക്കാനുള്ള കാരണം എന്താണ്? അത് ഈ നമ്മുടെ മഞ്ഞുമ്മൽ വോയിസുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ ഒരു പേര് കൊടുത്തതാണോ? അതോടൊപ്പം തന്നെ ഇതാദ്യമായിട്ടല്ല മെട്രോയിലെ പില്ലറിൽ പൂച്ച കുടുങ്ങുകയും അതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇതുവരെ നടക്കുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നുണ്ട്. ഇത് എവിടുന്ന് വന്നു എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ടോ? പ്രതിന് ഓപ്പറേഷൻ സുഭാഷ് എന്ന പേര് നൽകിയത് ഈ മെട്രോ സ്റ്റേഷൻ സമീപത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാരാണ്. അതായത് അവർ പറയുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയിൽ ശ്രീനാഥ് വാസി ചെയ്ത കഥാപാത്രത്തിന് പേര് സുഭാഷ് എന്നാണ്. ആ സുഭാഷ് ഒരു കുഴിക്കകത്തേക്കാണ് വീഴുന്നതെങ്കിൽ ഇവിടെ മെട്രോ പില്ലറിനകത്ത് പൂച്ച നിൽക്കുന്നത്. അതുകൊണ്ട് ഓപ്പറേഷൻ സുഭാഷ് എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു പേര് ഇതിന് നൽകാനില്ല എന്നവർ പറയുന്നു. മെട്രോ പില്ലറിൽ പൂച്ച കുടുങ്ങുന്നത് ഇത് മൂന്നാമത്തെ വട്ടമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എളംകുളത്ത് സമാനമായ രീതിയിൽ ഒരു പൂച്ച കുടുങ്ങിയിരുന്നു. 3 ദിവസത്തോളം പരിശ്രമിച്ചാണ് ആ പൂച്ചയെ പുറത്ത് ഇറക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം കഴിഞ്ഞ വർഷം ആലുവ ഭാഗത്ത് ഒരു മെട്രോ പില്ലറിലൊരു പൂച്ച കുടുങ്ങിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവിടെയാണ് ആ പൂച്ച കുടുങ്ങുന്നത്. അത് നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എവിടെ നിന്നാണ് പൂച്ച വരുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു ധാരണയുമില്ല. ഇതിപ്പോൾ ഒരാഴ്ചയായി പൂച്ച ഈ തൂണിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഒരു ക്രോസ് ബാറാണ്, അതായത് സാധാരണ മെട്രോ പില്ലർ അല്ല, ഇത് സ്റ്റേഷൻ വരുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ശരി വിഷ്ണു, എന്തായാലും നമ്മൾ സുഭാഷിനെ കൊണ്ട് മടങ്ങുള്ളൂ. അവിടെ തുടരുക വിഷ്ണുവും ആൻവരിയും. കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് അതുകൂടി പ്രേക്ഷകരെ അറിയിക്കുക. അപ്പോൾ സുഭാഷെ പെട്ടെന്ന് തന്നെ മടങ്ങി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.